നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാട് കയറുന്ന ഏതൊരു സഞ്ചാരിയുടെയും ആഗ്രഹമാണ് കടുവക്കാഴ്ചകൾ മുന്നിലെത്തുക എന്നത്. അങ്ങനെ ഒരു ദിനത്തിലാണ് നാളെയുള്ള ഫോറസ്റ്റിലെ ആ കടുവക്കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ്. ഏവർക്കും സ്വാഗതം. ഹലോ സൈലന്റ്. സഫാരിക്ക് കയറിയപ്പോൾ തന്നെ അറിയുന്നു മഗേ റോഡിൽ കടുവ ഏതോ വണ്ടിക്കാർ കണ്ടിരിക്കുന്നു. അവിടേക്ക് വണ്ടി പായുമ്പോൾ ഒന്നും അറിയിക്കട്ടെ, ഇന്ന് കടുവ കാഴ്ചകൾ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കടുവ കാഴ്ചകൾ മുഴുവനായി കാണുവാനും ഓർമ്മിപ്പിക്കട്ടെ. വണ്ടി പാഞ്ഞു കടുവ ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണിനും ക്യാമറയ്ക്കും കടുവ കാഴ്ച എത്തിയിട്ടില്ല. മുന്നിൽ വണ്ടികൾ നിരന്നു കിടക്കുന്നതിനാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. ഇടതുവശത്ത് എവിടെയോ പുല്ലുകൾക്കിടയിൽ കടുവയുണ്ട്. പച്ചപ്പിനുള്ളിൽ നിന്ന് കടുവ കാഴ്ചകൾ ക്യാമറയ്ക്ക് കിട്ടിയാൽ നല്ല ഭംഗിയുണ്ടാവും. എല്ലാവരും ആകാംക്ഷയിലാണ്. ഇടയ്ക്ക് ആരോ പറഞ്ഞു വണ്ടികൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് കടുവക്കാഴ്ച കിട്ടില്ല, അത് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആശങ്കകളെല്ലാം ആളുകൾ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവർ മുന്നിലുള്ള വണ്ടികളെ മുന്നിലേക്ക് എടുപ്പിച്ചു. അതേ, കാഴ്ച ഒരുങ്ങുകയാണ്. വണ്ടി മുന്നിലേക്ക് നീങ്ങുമ്പോൾ ആ കാഴ്ച നമ്മൾ കണ്ടു. വെളുത്ത പൂക്കളുള്ള പച്ചപ്പിൽ അവൾ അങ്ങനെ കിടക്കുകയാണ്. നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താത്തവൾ മുന്നിൽ വിസ്തരിച്ച് കിടക്കുമ്പോൾ അവളുടെ ദേഹത്ത് കുഞ്ഞു പ്രാണികളെ അവൾ വാലുകൊണ്ട് അടിച്ച് ഓടിക്കുന്നുണ്ടായിരുന്നു. കുറെ ദൂരത്താണ് അവൾ കിടക്കുന്നത്. മുന്നിൽ കിടക്കുന്ന ജീപ്പിന് മുന്നിൽ കൂടെ 1/2 കിലോമീറ്ററുകൾ നടന്നു വന്നിട്ടുള്ള കിടപ്പാണ്. രാവിലെയും വൈകിട്ടും ഈ കറക്കം പതിവുള്ളതാണ്. പക്ഷേ ഈ കറക്കം ഇവിടേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നതാണ്. കാരണം ഒന്ന് മാത്രമാണ്, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നു. മഗേ റോഡിനടുത്ത് എവിടെയോ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കിയിട്ട് അവിടെ കറക്കത്തിലാണിപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഇവളെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവൾ ഗർഭിണിയാണ് എന്നും അവളുടെ വയറ്റിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും. അതെ, ആ പറഞ്ഞത് സത്യമായിരിക്കുന്നു. 3 കുഞ്ഞുങ്ങൾ അവൾക്കുണ്ടായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പലർക്കും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ യാത്രയെ അവൾ മാത്രമാണ് കാഴ്ചയായിരിക്കുന്നത്. വരും ദിനങ്ങളിലെ കാഴ്ചകളിൽ അവളും മക്കളും നമുക്ക് മുന്നിൽ കാഴ്ചയായി ഉണ്ടാവും എന്നും കൂടി അറിയിക്കട്ടെ.
ಸೈಲೆಂಟ್ ഒരു സഫാരിയുടെ വലിയ സമയം മുഴുവൻ കടുവ കാഴ്ചകളിൽ മുഴുകി നിൽക്കുകയാണ് നമ്മൾ. മണിക്കൂറുകളാണ് അവൾ നമ്മൾക്ക് മുമ്പിൽ കാഴ്ചകളായത്. തല പൊക്കി അവൾ പലതവണ നോക്കുമ്പോഴും കൂടെയുള്ള മനീഷിൻ്റെ ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറകൾ നിർത്താതെ ചലിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ കാണുന്നതിനോടൊപ്പം നമ്മുടെ സഞ്ചാരം വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പേജിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അംഗങ്ങളാകുക. ഒരുപാട് ഗ്രൂപ്പ് യാത്രകൾ നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ ഭാഗമാകുക. കറക്റ്റ് ലൈറ്റ് ദൂരെ കാഴ്ചയിൽ പ്രകൃതിയുടെ മനോഹാരിതയിൽ അവൾ അങ്ങനെ കുറേ സമയം കിടന്നു. പിന്നെ എന്തോ ആലോചിച്ചെന്നപ്പോൾ പെട്ടെന്ന് എണീറ്റു. പിന്നെ ഒരു നടത്തമായിരുന്നു. മുന്നിലെ മരത്തിൽ മണത്തു നോക്കി പിന്നെ ഒരു ടെറിട്ടറി മാർക്കിംഗ് നടത്തി മുന്നോട്ട് ഒറ്റ പോക്കായിരുന്നു. നമ്മുടെ വണ്ടി ഉൾപ്പെടെയുള്ള വണ്ടികൾ അവൾ വരുവാൻ സാധ്യതയുള്ള വഴികളിലെല്ലാം അവളെ തിരിഞ്ഞു. എങ്കിലും എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അവൾ വരുവാൻ സാധ്യതയില്ല എന്ന്. കാരണം അവൾ പോയത് അവളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ്. നിറവുള്ള മഞ്ഞിൽ കറുത്ത വരകളുള്ള അവളുടെ മുന്നിൽ നിന്നും മടങ്ങുകയാണ്. കടുവ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ MTI.